ആ പരീക്ഷണത്തിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആത്മീയമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം ആത്മീയതയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. അത് ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും മുസൽമാനായാലും എല്ലാവരും അവരവരുടെ മത തത്വ ചിന്തയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ദൈവം നന്മ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ദൈവം പ്രതിഫലം നൽകും എന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ദാനധർമ്മങ്ങളും മറ്റുള്ളവരെ സഹായിക്കുന്നതും മറ്റുള്ളവർക്ക് സഹാനുഭൂതികൾ ചെയ്തു കൊടുക്കുന്നതും നന്മകൾ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതുമൊക്കെ ദൈവത്തിൻ്റെയിൽ നിന്നും സഹായം പിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. ഭൂമിയിൽ നിന്നും ഒരു മനുഷ്യനിൽ നിന്നും തിരിച്ചൊരു സഹാനുഭൂതിയോ സഹായമോ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദൈവവിശ്വാസികളായിട്ടുള്ളവർ ആർക്കും തന്നെ സഹായങ്ങൾ ചെയ്യാൻ നിൽക്കില്ല. കാരണം നമുക്ക് ഇവിടെ ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മളെ ജനിപ്പിച്ചു വിട്ട ഈ ഭൂമി ഇതൊരു നല്ലൊരു കൃഷിത്തോട്ടമായിട്ടാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ട് വിട്ടിട്ടുള്ളത്. നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്താൽ ഇവിടെ നിന്ന് നല്ല രീതിയിൽ വിളവെടുക്കാം. മോശമായ രീതിയിലാണ് കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. നേരത്തെ വാഴക്കൊലയുടെ കാര്യമൊക്കെ വാഴയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ ഓരോ വൃക്ഷങ്ങൾ നമ്മൾ നടുമ്പോൾ അതിനെ ഏത് രീതിയിൽ പരിചരിക്കുമോ അതിനനുസരിച്ചുള്ള ഒരു ഗുണമായിരിക്കും അതിൽ നിന്ന് നമുക്ക് വരുന്നത്. അതൊരു ചെടിയാണെങ്കിൽ പോലും, നമ്മളെ കുട്ടികളെ ആണെങ്കിൽ പോലും ഏതൊരു കാര്യത്തെയും നമ്മൾ അതിന് കൂടുതൽ ശ്രദ്ധയോടുകൂടി അതിന് കൊടുക്കേണ്ട പരിചരണ അതാത് സമയങ്ങളിൽ കൊടുക്കുമോ അത് വളർന്നു വരുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലമായി നമുക്ക് കിട്ടും. അതിന് പണ്ടത്തെ പഴയ ആൾക്കാർ പറയുമായിരുന്നു, സമ്പത്ത് കാലത്ത് കൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാൻ. ഇതെല്ലാം ഭൗതികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ആ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിന് വേണ്ടിയുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ ഈ കൃഷിത്തോട്ടമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. വിശാലമായ ഈ പ്രപഞ്ച വിശാലമായ അനുഗ്രഹിച്ചു തന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ, ആത്മീയമായി കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പ്രതിഫലം നിങ്ങളുടെ മരണശേഷം നമ്മൾ ചെന്നെത്തുന്ന സ്ഥലത്ത് നിന്ന് തരും എന്നുള്ള ഒരു വാഗ്ദാനം. അപ്പൊ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന കാരുണ്യയുടെ പ്രവർത്തകർ മാത്രമല്ല, ഈ നന്മ ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ, നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, ദൈവത്തിൻ്റെ നിന്ന് മാത്രമാണ് പ്രതിഫലം കാംക്ഷിക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, പ്രതീക്ഷയോടുകൂടി, നെയ്യത്തോടുകൂടി, ഞങ്ങൾ ഈ നെയ്യത്ത് എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷയോടുകൂടി ദൈവത്തിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് അവസരോചിതമായി ഭൗതികമായും തരും, ആത്മീയമായും തരും. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ ഭൗതികമായി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂടി എത്തിക്കുക എന്ന സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രതിബദ്ധതയെ കുറിച്ച് അറിയാം. മക്കളോടുള്ള പ്രതിബദ്ധത, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള പ്രതിബദ്ധത, ഭർത്താവിന് ഭാര്യയോടുള്ള പ്രതിബദ്ധത, അയൽവാസിയോടുള്ള പ്രതിബദ്ധത, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവരോടുള്ള പ്രതിബദ്ധത, സുഹൃത്തുക്കളോടുള്ള, ഇതെല്ലാം നമുക്കുള്ള പ്രതിബദ്ധത നമ്മൾ പ്രകടിപ്പിക്കുവാനോ അത് വിനിയോഗിക്കുവാനോ നല്ലൊരു ശതമാനം ആൾക്കാർ ഇന്ന് സമൂഹത്തിൽ നിന്ന് വേറിട്ട് മാറി നിൽക്കുകയാണ്. മുൻകാലങ്ങളിൽ ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് എങ്കിൽ ഇല്ലാത്തവർ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്ന ഒരു സമീപനമുണ്ട് ഉണ്ടായിരുന്നു. അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും ജോലി ചെയ്താൽ മതിയായ ശമ്പളമില്ലായിരുന്ന സമയങ്ങളിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ല എങ്കിൽ പോലും കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ അയൽവാസിയുടേതായാലും നാട്ടിലുള്ളവരുടേതായിരുന്നാലും അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ കയ്യിൽ മെയ്യും മറന്ന് പരസ്പരം സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു 10-25 വർഷം കൊണ്ട് മനുഷ്യൻ പരസ്പരം വിശ്വാസം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അയൽവാസി ഏത് മതത്തിലുള്ള ആളാണെന്ന് നോക്കും, അയൽവാസി ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെന്ന് നോക്കും, അയൽവാസി ഏത് സംഘടനയിലുള്ള ആളാണെന്ന് നോക്കും. ഇനി ഒരു മതത്തിൽ തന്നെ ഉള്ള ആളാണെങ്കിൽ അയൽവാസി ഏത് സഭയിൽ പോകുന്ന ആളാണെന്ന് നോക്കും. പെന്തക്കോസ്താണോ, അല്ലെങ്കിൽ RC ആണോ, അല്ലെങ്കിൽ LC ആണോ, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നോക്കിയിട്ട് മനുഷ്യൻ ഇടുങ്ങിയ രീതിയിൽ ചിന്തിച്ച് സഹായിക്കാൻ പോകുന്ന ഒരു സമീപനം. അപ്പോൾ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും അവിടെ
ചർച്ചകളുടെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കലും വാങ്ങലും നടത്തുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ അതർ മതസ്ഥരായിട്ടുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? മറ്റു മതസ്ഥരുടെ അവസ്ഥ വരുമ്പോൾ ഒരു പരിഗണനയും കൊടുക്കാത്ത അവസ്ഥ. ഇത് ഒരു 10-25 വർഷക്കാലം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് അധികാരങ്ങൾക്ക് വേണ്ടി ഭരണ സംവിധാനങ്ങൾ നിലനിർത്താൻ കരുതി ഭൗതികമായ ഒരു താൽക്കാലിക സംവിധാനത്തിന് വേണ്ടി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരാൻ ഉദ്ദേശിക്കുന്ന ഭരണാധികാരികൾ പ്രകടിപ്പിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടുള്ള മാനസിക അകൽച്ചകളാണ് നമ്മളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ കണ്ടാൽ ക്രിസ്ത്യാനിയെ കണ്ടാൽ ഹിന്ദു, ഇങ്ങനെ പരസ്പരം മാനസികമായി ഐക്യപ്പെടാത്ത രീതിയിലുള്ള ഒരു അകൽച്ച സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം ഒരേപോലെയാണ്. അങ്ങനെ വിവിധ ഗോത്രങ്ങളായി വിവിധ സംസ്കാരത്തിലുള്ളവരായി ദൈവം മനുഷ്യനെ മാറ്റിയിട്ടുള്ളത് എന്ന് പറയുന്നത് ദൈവത്തെ തിരിച്ചറിയാനും ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ മനുഷ്യനായി കാണുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ദൈവം സൃഷ്ടിച്ചതാണ്. ചിലരൊക്കെ ചോദിക്കും, എല്ലാവരും പിന്നെ ദൈവത്തിനെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എല്ലാവരും ഒരു മതത്തിലുള്ളവരായിട്ട് ജനിപ്പിച്ചാൽ പോരായിരുന്നു. അതല്ല, മനുഷ്യനായി തിരിച്ചറിയാൻ കരുതിയാണ് ദൈവം മനുഷ്യനെ വിവിധ ഗോത്രങ്ങളായി വിവിധ മതസ്ഥരായി വിവിധ വിഭാഗങ്ങളുമായി സൃഷ്ടിച്ചത്. അതിൽ നിന്നും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർ മാത്രം രക്ഷപ്പെടും. അല്ലാത്തവരെല്ലാം ഈ മഴവെള്ളപ്പാച്ചിൽ വരുമ്പോൾ ഒലിച്ചു പോകുന്നത് പോലെ അങ്ങ് പോകും. നീന്താൻ അറിയാവുന്നവർ രക്ഷപ്പെടും എന്നുള്ളത് പോലെയാണ്. നന്മ ചെയ്യുന്നവരാരുണ്ടോ അവർ കൃത്യമായി ആ നന്മയ്ക്കനുസരിച്ചുള്ള പ്രതിഫലം ദൈവത്തിന്റെ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ കാരുണ്യ റൂറൽ കൾച്ചറൽ ഡെവലപ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലത്തെ നന്മ പ്രവർത്തനങ്ങളാണ്